ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ദീപിക. ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പാരൻസും കുട്ടികളെ കാണിക്കാനായി ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ പല്ലു കടിക്കാറുണ്ട്, വിരശല്യമുണ്ട് എന്നെല്ലാം. ഇങ്ങനെ വിരശല്യമുള്ളത് കൊണ്ടാണോ കുട്ടികൾ പല്ലു കടിക്കുന്നത്? എന്താണ് ഇങ്ങനെ പല്ലുകൾ കൂട്ടിയുരയ്ക്കുന്നതിനുള്ള കാരണം? ബ്രക്സിസം എന്നാണ് ഇതിൻ്റെ മെഡിക്കൽ ടേം. എന്താണ് ഈ ബ്രക്സിസം? ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് ബ്രക്സിസം എന്ന് പറയുന്നത്. കൂടുതലും ഉറക്കത്തിലാണ് കാണുന്നതെങ്കിലും അല്ലാതെയും കണ്ടുവരാറുണ്ട്. എന്നാൽ മിക്കവരുടെയും ധാരണ വിരശല്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ രാത്രി ഉറക്കത്തിൽ പല്ലു കടിക്കുന്നത് എന്നാണ്. പക്ഷേ ഈ ബ്രക്സിസത്തിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ, അതല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് മിക്കവരും പല്ല് തമ്മിൽ കൂട്ടിക്കടിക്കാറുണ്ട്. ഇതിനെ നമുക്കൊരു നോർമൽ ബിഹേവിയറായിട്ട് കണക്കാക്കാം. എന്നാൽ ഇതല്ലാതെ പലരും ഉറക്കത്തിൽ പല്ലുകൾ തമ്മിൽ കൂട്ടിയുരച്ച് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ പലർക്കും താടിയെല്ലിനോ അതല്ലെങ്കിൽ മുഖത്തെ ഈ പേശികൾക്കൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ നമ്മൾ അറിയാതെ ഉറക്കത്തിൽ പല്ലു കടിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വരി തെറ്റി വരുന്ന പല്ലുകൾ, അതായത് പല്ലുകളുടെ മാലൊക്ലൂഷൻ എന്ന് പറയും. സാധാരണയായി നമ്മുടെ പല്ലുകൾ വരുമ്പോൾ താഴെ വരിയിലുള്ള പല്ലുകളും അതുപോലെ മേലെ വരിയിലുള്ള പല്ലുകളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഈ ഒരു ബാലൻസിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ പല്ലുകളുടെ നിര തെറ്റുന്നു. ഇങ്ങനെ നിര തെറ്റുന്നത് കാരണം പല്ലു കടിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പല്ല് മുളയ്ക്കുന്ന സമയത്ത്, അതായത് ഏറ്റവും ചെറിയ കുട്ടികളിൽ ആദ്യമായിട്ട് പല്ല് മുളയ്ക്കുന്ന സമയത്ത് മോണയ്ക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാകാം. ഈ ഒരു ഇറിറ്റേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ പല്ലു കടിക്കുന്നത് കാണാം. ഇതുകൂടാതെ തന്നെ കുട്ടികളിൽ ആദ്യം വന്ന പല്ലുകൾ പറഞ്ഞ് രണ്ടാമത് പല്ല് വരുന്ന സമയത്തും ഇതേപോലെയുള്ള ഇറിറ്റേഷൻ കാരണം പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസാറുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു റീസണാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം. പലപ്പോഴും ഞാൻ പറഞ്ഞു ദേഷ്യം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനായി പല്ലുകൾ കൂട്ടി ഉരസാറുണ്ടെന്ന്. ഇതേപോലെ തന്നെ അമിതമായിട്ട് ആങ്സൈറ്റി അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ രാത്രി പല്ലു കടിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാരൻസ് എന്തെങ്കിലും വഴക്ക് പറയുമ്പോഴോ അതല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ വരുമ്പോഴോ പരീക്ഷ സമയത്തോ ഇങ്ങനെ പലതരത്തിൽ കുട്ടികളിലും സ്ട്രെസ് കാണാറുണ്ട്. ഈ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടും രാത്രി ഇങ്ങനെ ടീത്ത് ഗ്രൈൻഡിങ് വരാം. ഇതല്ലാതെ പല്ലുവേദന വരുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഠിനമായ ചെവി വേദനയോ തലവേദനയോ മുഖത്തെ പേശികളിൽ ഉണ്ടാകുന്ന വേദനയോ, ഈ ഒരു വേദനയുടെ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത കാരണം ഇതിൻ്റെ ഒരു റിയാക്ഷനായിട്ടും പല്ലു കടിക്കാം. കൂടാതെ ADHD ഉള്ള കുട്ടികളിൽ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇങ്ങനെ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ ടീത്ത് ഗ്രൈൻഡിങ് ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ മൂക്കടഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ, പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ളവരിൽ, ഇതല്ലാതെ അലർജി കാരണം ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ പലപ്പോഴും കൂർക്കം വലിയോടൊപ്പം ഈ ബ്രക്സിസവും കണ്ടുവരാറുണ്ട്. ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു ബ്രക്സിസത്തിന് കാരണം എന്നാണ്. എന്നാൽ മാലൊക്ലൂഷൻ, അതായത് നമ്മുടെ പല്ലുകളുടെ നിര തെറ്റുന്നത് കാരണമാണെങ്കിൽ ഇതൊരു ഡെന്റിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബ്രക്സിസം വരാമെങ്കിലും പിന്നീട് പതിയെ ഇതൊരു ഹാബിറ്റായി മാറുന്നു. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദം പോയി കഴിഞ്ഞാലും അതല്ലെങ്കിൽ മാലൊക്ലൂഷൻ കറക്റ്റ് ചെയ്താലുമെല്ലാം, അതല്ലെങ്കിൽ ഇനി ശ്വസന പ്രശ്നങ്ങളാണെങ്കിൽ ഇതെല്ലാം മാറിക്കഴിഞ്ഞാലും ഈ ഒരു ബ്രക്സിസം ഒരു ഹാബിറ്റായി മാറി പിന്നീടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ചിലരെല്ലാം രാത്രിയിൽ ഒരുപാട് നേരം ഈ പല്ലു കടിക്കാറുണ്ട്. അത് കാരണം തന്നെ രാവിലെ എണീക്കുമ്പോൾ പലർക്കും മുഖത്തെ പേശികൾക്ക് വേദന, അതല്ലെങ്കിൽ പല്ലിന് വേദന, പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുക, താടിയലിന് വേദന, ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോഴെല്ലാം വേദന അനുഭവപ്പെടുന്നു. പക്ഷേ ഇവർ പലപ്പോഴും ഉറക്കത്തിൽ ഇങ്ങനെ പല്ലു കടിക്കുന്നത് അറിയുകയില്ല. രാവിലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുവരുമ്പോഴാണ് രാത്രി ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞവയെല്ലാം ഇങ്ങനെ രാത്രിയിൽ
പല്ലു കടിക്കുന്നതിനുള്ള പലവിധ കാരണങ്ങളാണ്. ചിലർക്കിത് കുറച്ചു കഴിഞ്ഞാൽ മാറുമെങ്കിലും ഇത് തുടരുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. മിക്ക വീടുകളിലും കുട്ടികളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്